ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നും പറയും പോലെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ രാവിലത്തെ ആ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ചായക്ക് കടി ബൂരിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടില്ല, നല്ല അടിപൊളി ബൂരിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ കട്ടൻ ചായ ആക്കിയിട്ടുണ്ട് കേട്ടോ. അച്ഛ നീച്ചിട്ടുണ്ട്. അച്ഛയ്ക്ക് കുറച്ച് മരം വെട്ടാനുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അച്ഛ പോകുമ്പോഴേക്കും ചായ കുടിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് കട്ടൻ ചായ ആദ്യം വെച്ചു. പിന്നെ അപ്പുറത്തെ അടുപ്പ് തന്നെ ഞാൻ കടല വെച്ചിട്ടുണ്ട്. നമ്മളെ ബൂരിക്ക് ഇന്ന് കടലക്കറിയാണ്. അപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗ്യാസമ്മ വെച്ചത് കേട്ടോ. അപ്പം ഇനി തീയൊക്കെ കത്തിക്കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കൂലെന്ന് വിചാരിച്ചിട്ട് വേഗം ഇവിടെ വെച്ചു കൊടുത്തു. അപ്പോൾ കട്ടൻ ചായ ഈ മധുരമൊക്കെ ഇട്ട് അച്ഛയ്ക്ക് കുടിക്കാനുള്ളത് അവിടെ ഒരു പാട്ടയൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചെറിയ അടുപ്പത്തേന്ന് ഞാൻ കുക്കർ വെച്ച് കൊടുത്തേന്ന് അത് സാവകാശമാവുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം വേണം കേട്ടോ എനിക്ക്. രാവിലെ ഞാൻ വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കലുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അച്ഛ പല്ലേക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അച്ഛ വെട്ടാൻ പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേഗം ഇനി അടുപ്പ് കത്തിച്ചെടുക്കുകയാണ്. ശരിക്കും അടുക്കളയിൽ കയറിയെന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ വിറകടുപ്പാണ് കത്തിക്കണം കേട്ടോ. എന്നാലുള്ളൂ ആ ഒരു ഇത് തോന്നും നമുക്ക് നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്, അടുക്കള പണി എടുക്കുകയാണെന്നൊക്കെ തോന്നൽ വേണമെങ്കിൽ ശരിക്കും ഈ ഒരു വിറകടുപ്പ് കത്തണം. അപ്പോഴുള്ളൂ പണിക്കൊരു ഉഷാറുണ്ടാവുക. അപ്പോൾ ഏതായാലും തീയൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് പുക അങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ ഉണ്ട് കേട്ടോ. കത്തിക്കുമ്പോൾ അങ്ങോട്ട് അപ്പോൾ അത് പുകക്കുഴൽ തട്ടാനായിട്ടാണ്. അപ്പോൾ അതിനൊരു സമയം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചും തരണം. ഏതോ ഒരു കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ, ഒന്ന് കാട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആ ബൂരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി മൈദപ്പൊടിയും കൂടി സെയിം അളവിലെടുത്തതാണ് കേട്ടോ. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് മൈദപ്പൊടി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബൂരി വലിയൊരു ഉറപ്പും തീരെ കുഴഞ്ഞു അല്ലാത്തൊരു രൂപത്തിലാവും. അപ്പം ഞാൻ ഏതായാലും കുടിക്കാൻ വെച്ച് കൊടുത്തേന്ന് ആ വെള്ളത്തിൽ നിന്ന് വേഗം അത് ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടില്ല കേട്ടോ, ചൂടായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് പൂരിക്കേണ്ടെടുത്തു കേട്ടോ. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുക്കാൻ വിചാരിച്ചാൽ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം അത് എന്താ പറയുക, നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, തിളപ്പിച്ചെടുത്തിട്ടില്ല. അത് ഈ പൊടിയിക്കാണ്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ് നമ്മൾ. എന്താ പറയുക, നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ അതേപോലെ അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിയിൽ ഞാൻ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുത്തിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ബൂരി ഉണ്ടാക്കി എടുക്കുമ്പോഴേ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അത്. നമുക്ക് ഒരുപാട് എണ്ണയൊന്നും വേണ്ടി വരില്ല ബൂരി ഉണ്ടാക്കാൻ. ബൂരി ഉണ്ടാക്കാനൊക്കെ എപ്പോഴും മടിക്കുന്നത് കുറേ എണ്ണയൊക്കെ വേണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാവും കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും ഇതിനൊക്കെ മടിക്കലുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ എണ്ണക്കടിയൊന്നും എപ്പോഴൊന്നും പറ്റൂല കേട്ടോ. ഒന്ന് ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ബൂരിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ തന്നെ നമ്മൾ ഒരുപാടൊന്നും പ്രസ് ചെയ്താണ്ട് കുഴക്കേണ്ട ആവശ്യം വരൂല കേട്ടോ. നല്ലൊരു മയത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് ചപ്പാത്തിനേക്കാളിലും കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മാവിരിക്കുന്നത്. ഒരുപാട് ലൂസല്ല, എന്നാലും ചപ്പാത്തിൻ്റെ അത്ര ടൈറ്റും വേണ്ട, അങ്ങനെയാണ് ഈ ഒരു മാവിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അത് പരത്താനുള്ള പൊടിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊടി ഇടുന്ന പാത്രം ഞാൻ അവിടെ കുറേ തെരഞ്ഞു കേട്ടോ. എന്നാൾ ഒരു ദിവസം ഒന്ന് കഴുകി വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ അമ്മ എങ്ങോട്ടേലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും സാധനം ഇട്ട് വെച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഏതായാലും അത് തെരച്ചിൽ നിർത്തിയിട്ട് ആ ബൂരിയൊക്കെ അടച്ച് വെച്ചു കേട്ടോ. ഇനി കുറച്ച് സമയം ഒന്ന് അവിടെ ഇരിക്കട്ടെ, റെസ്റ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാക്കണേ, ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തലേ ദിവസം മീൻ കൊണ്ടുവന്നപ്പോൾ അതിന് കുറച്ച് മീൻ ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മീൻ എപ്പോഴും ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഐസ് പോയി കിട്ടും. അത് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കും. പിന്നെ അതാ കറിവേപ്പിലയും പാല് നാളികേരം ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഓർമ്മ ഉള്ളതൊക്കെ ഉണ്ട് എടുത്തേക്കും കേട്ടോ. എപ്പോഴും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ചിലതൊരു 10 പ്രാവശ്യം തുറക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ അതിന് വേണ്ടി തുറക്കുമ്പോൾ തന്നെ ഏതും ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാട്ടിലുള്ളത്. അപ്പോൾ അതാ ഏട്ടനുള്ള പാൽ ചായയും കൂടി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ അളന്നിട്ട് ആ ഒരു പാത്രത്തേക്കാണ്ട് ഒഴിച്ചേക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് പകുതിയാക്കിയിട്ടാണ് ഇങ്ങനെ എടുക്കലുള്ളത്. വൈകുന്നേരത്തേക്കുള്ളതും രാവിലത്തേക്കുള്ളതും അങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കലാണ്. പിന്നെ അതാ ഞാൻ വാതിലൊക്കെ ഒന്ന് തുറന്ന് ഒരു നല്ല കനമുള്ള കൊള്ളി എടുക്കട്ടെ വിചാരിച്ചിട്ട് വാതിൽ തുറന്നതാണ് കേട്ടോ. ഞാൻ പറയലില്ലേ നല്ലോ നേരം വിളിക്കാതെ എനിക്ക് പേടിയാണ് എന്നുള്ളത്. ഞാൻ വാതിലുണ്ട് തുറന്നപ്പോൾ ഒരു അനക്കം കിട്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു കേട്ടോ. അപ്പോൾ ചമ്മലേൻ്റെ ഒച്ച അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മേലത്തെ വീട്ടിലത്തെ ചേച്ചി അവിടെ മുളക് പറിക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു അന്തം വിട്ടിങ്ങനെ നിൽക്കണ്ടപ്പോൾ ഓരവിടെ നിന്ന് വിളിച്ചു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഓരോടെ നിൽക്കുന്ന സത്യത്തിൽ കണ്ടത്. അപ്പം അങ്ങനെയാണ് നല്ലോണം നേരം വിളിക്കാതെ വാതിൽ തുറക്കണമെങ്കിൽ ഭയങ്കര പേടിയാണ്. അച്ഛ വെട്ടാനൊക്കെ പോകുമ്പോൾ അപ്പം തന്നെ പറയട്ടോ വാതിൽ അടച്ചളാന്ന് അങ്ങനെ പറയും.
ഏട്ടനാണെങ്കിലൊക്കെ പോകുമ്പോൾ അതിലടച്ചളാന്ന് പറയും. അങ്ങനെ ഒരു പേടിയുള്ള ആളാണ്. എന്താപ്പോൾ ചെയ്യുക, ഇനിയിപ്പോൾ ഇത് മാറ്റാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഏതായാലും വിറകൊക്കെ കൊണ്ടുവന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ പാൽച്ചായ ആക്കിയിട്ട് അതൊരു പാട്ടയിലാക്കി ആ അടുപ്പിൻ്റെ സൈഡിൽ വെക്കും കേട്ടോ. എന്നാൽ പിന്നെ കുടിക്കുന്ന സമയത്ത് 8 മണിയാവില്ലേ കുടിക്കാൻ, 7:45 8 മണിയാവും. അപ്പം അത് വീണ്ടും ചൂടാക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗത്ത് വെച്ചാൽ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് നാളികേരം ചിരകിയെടുക്കുകയാണ്. നമ്മളെ കടലക്കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കടലക്കറി ഇന്ന് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് നാളികേരം ഒന്ന് ചിരകിയെടുത്തു. പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് അടുപ്പിൽ ചകിരി ഇടുവോ ചിരട്ട ഇടുവോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ചകിരിയും ചിരട്ടയും കത്തണ എല്ലാ സംഭവങ്ങളും ഞാനിതിലിടലുണ്ട് കേട്ടോ. നമ്മൾ കത്തിക്കാൻ പറ്റണ എല്ലേതും ഇടലുണ്ട്. അപ്പോൾ ചിരട്ടയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് എൻ്റെ അടുപ്പിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 7 വർഷത്തിൻ്റെ മേലെയായിട്ടുണ്ട് ഈ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ട്. ഇതുവരെ ഇതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതായാലും കടലക്കറിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചെറിയ ഉള്ളിയും തക്കാളിയും സവോളയൊക്കെ ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചത് മീൻ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു അടുപ്പത്ത് വേഗം ഉണ്ടാക്കണം എന്ന് ഞാൻ പറയലില്ലേ. അപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ വേഗം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ അന്തം വിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ. അപ്പോൾ തീയൊക്കെ കെട്ടുപോകും. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് തീ കത്തിക്കേണ്ടി വരും. അപ്പോൾ ഇതാ ചോറ് ഞാൻ തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കുന്ന കടലയൊക്കെ വിസിലടിച്ചിട്ട് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നാളികേരം ചിരകിയതും ഒരു ഇത്തിരി പെരിഞ്ചീരകം ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇന്ന് ഏലക്കായ പട്ട ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇന്ന് ഇങ്ങനെ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഒരുപാടൊന്നും വറുത്തെടുക്കണില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് വറുത്തിട്ട് ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ കടലക്കറിക്കുള്ള ഉള്ളിയും കൂടിയും വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു ഇത്തിരി കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ദാ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് അതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി, ഇപ്പോൾ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഞാൻ പറയില്ലേ. അപ്പോൾ കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൽ തക്കാളി ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ടിട്ടും ഇല്ലാതെയും ഒക്കെ ഉണ്ടാക്കലുണ്ട്. കടലക്കറിയൊക്കെ ഒരുപാട് രൂപത്തിൽ ഉണ്ടാക്കാമല്ലോ അല്ലേ, പല പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതാ പച്ചമുളകും വലിയ ഉള്ളിയും കൂടി നന്നായി വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഒരു പാത്രത്തേക്കാണ്ട് എടുത്തേക്കും കേട്ടോ. എന്നാൽ പിന്നെ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവില്ലല്ലോ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഓരോ എളുപ്പപ്പണിക്ക് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച കടലയും കൂടി കണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടലയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ. വേറെ പൊടികളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കടലയിൽ നിന്ന് കുറച്ച് കടല ഞാൻ ഈ അരക്കാല നാളികേരത്തേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരവും ആ കടലയും കൂടി ഒരുമിച്ചാണ് അരക്കുന്നത് കേട്ടോ. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നാളികേരം അല്ലെങ്കിൽ കടല അരച്ചിട്ട് അങ്ങനെയും വെക്കും. ഇത് നാളികേരം വറുത്തരച്ചേക്ക് കുറച്ച് കടലയും കൂടി അരച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. കടലക്കറി പറഞ്ഞാൽ പൊതുവേ ഇഷ്ടമാണ്. പിന്നെ എങ്ങനെയൊക്കെ വെറൈറ്റി ആക്കി ഇങ്ങനെ വെക്കുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആ നാളികേരം കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കടല നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അത്രയും സമയം വെറുതെ നിൽക്കണ്ടല്ലോ. ഏതായാലും മീൻകറിക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ഇപ്പോൾ ഉപ്പേരിക്കൊന്നൊന്നുമില്ല കേട്ടോ, മീൻകറി മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ഉച്ചയ്ക്ക് പപ്പടം എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അതുണ്ടാക്കണം. അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു സമയം കൊണ്ട് പൂരിക്കുള്ളതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ വിചാരിച്ചു. ഏതായാലും കുറച്ച് സമയം ആ മസാലയിലൊക്കെ കടന്ന് കടല നല്ലോണം ഒന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൂരിയൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പൂരിക്ക് പരത്താനൊക്കെ എളുപ്പമാണ് കേട്ടോ. ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ പരത്തിയെടുക്കാൻ എനിക്ക് ഈസിയാണ്. അത് ചുട്ട് കിട്ടാനുള്ളൂ പിന്നെയും പണി ഉണ്ടാവുക. പക്ഷെ പൂരി ചൂടാൻ എളുപ്പമാണ് കേട്ടോ. അത് പെട്ടെന്ന് ആയി കിട്ടും. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ വേഗം ആക്കി എടുക്കാമല്ലോ. അപ്പോൾ അതാ കുഞ്ഞു ബോളാക്കിയിട്ട് ആക്കിയെടുത്തതാണ്. അപ്പോൾ ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ. പൂരി ഒരു മീഡിയം വലിപ്പത്തിലാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഒരുപാട് വലിപ്പത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കുറേ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അത് മുങ്ങി വരാനുള്ള അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ചെറിയ വലിപ്പത്തിലാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പരത്തിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ പകുതിയോളം പരത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ കടലക്കറി നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളമാക്കി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ല കുറുന്നനിരിക്കേണ്ടവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറുന്നനി ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാവില്ല. എല്ലാവർക്കും വെള്ളം പോലെ കറി വേണം, നല്ലോണം കറി വേണം. അപ്പോൾ അതുകൊണ്ട് കുറുന്നനൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ. ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ഇതാ വേഗം ഒരു പാത്രത്തേക്കാണ്ട് ഒഴിച്ച് വെച്ചു കേട്ടോ. എന്നാൽ ചീനച്ചട്ടിയാണ് കഴുകി വെക്കാമല്ലോ. കരിയുള്ള പാത്രം അങ്ങനെ വെക്കുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല കേട്ടോ. ഞാൻ എല്ലാ സംഭവവും ഒരുവിധം എല്ലേതും ഒഴിച്ച് വെക്കും. റൈസ് കുക്കറിൽ വെക്കുന്ന ആ ഒരു ചെമ്പ് മാത്രം ചിലപ്പോൾ ഒഴിച്ച് വെക്കില്ല, ചിലപ്പോൾ അതിൽ തന്നെ വെക്കും കേട്ടോ. ഊറ്റിയെടുക്കുകയാണെങ്കിൽ അത് ഒഴിച്ച് വെക്കും.
അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. പിന്നെ അടുപ്പത്ത് വേഗം ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ വല്ലാതെ അങ്ങോട്ട് എണ്ണ വറ്റിപ്പോകുന്നില്ല. നല്ലോണം മയങ്ങിയൊരു ചീനച്ചട്ടിയാണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഇവിടെ അമ്മ പറയലുണ്ട് 30 വർഷം 35 വർഷമൊക്കെ പഴക്കണ്ട പോലെ ഈ ഒരു ചീനച്ചട്ടിക്ക്. അപ്പോൾ ഏതായാലും അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ പൂരി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. എത്ര വേഗമാണ് അത് ഉണ്ടാക്കി കഴിയറിയോ. അപ്പോൾ ഇടനോട് കൂടി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പൂരി പല വിധത്തിലും ഉണ്ടാക്കട്ടോ. ചിലർ മൈദപ്പൊടിയും ഗോതമ്പ് പൊടി അതുപോലെ റവയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. നമ്മളെ കടയത്തെ പൂരിയൊക്കെ റവയൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന കേൾക്കലുണ്ട് കേട്ടോ. അത് നല്ല പൊള്ളച്ചിരിക്കുന്നത്. എത്ര സമയം കഴിഞ്ഞാലും ആ ഒരു പൊള്ളപ്പ് വിടാത്തത് റവയൊക്കെ കൂട്ടിയിട്ടാണെന്ന് പറയലുണ്ട്. ഞാനിതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് നന്നായി കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു പണിക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ വെറും ഗോതമ്പപ്പൊടി അല്ലെങ്കിൽ വെറും മൈദപ്പൊടി ഇല്ലെങ്കിൽ മൈദയും ഗോതമ്പപ്പൊടിയും കൂടി ഒരുമിച്ച് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ഏതായാലും പൂരി വേഗം ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. എണ്ണയും വല്ലാതെ കുടിക്കണില്ല. എന്നാലും ഞാൻ ഈ ഒരു ഓട്ടപാത്രത്തേക്കാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരിയൊക്കെ ഓയിൽ ഇല്ലാതിരിക്കൂലല്ലോ. നമ്മളെന്തായാലും എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സംഭവത്തിൽ ഒരു ഇത്തിരി എണ്ണയെങ്കിലും ഇല്ലാതിരിക്കൂല, എത്ര എണ്ണ കുടിക്കണില്ല എന്ന് പറഞ്ഞാലും. അപ്പോൾ എണ്ണ കുടിക്കുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും അതിന്നിങ്ങനെ കിനിഞ്ഞ് വരൂലേ, അങ്ങനെയൊക്കെയുള്ള രീതിക്കാണ് കേട്ടോ നല്ലോണം എണ്ണ കുടിക്കുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതായിട്ടില്ല. നല്ല അടിപൊളി പൂരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പൂരിയൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ ചായ കുടിക്കാമല്ലോ. അപ്പോൾ പൂരി ആവുമ്പോൾ എളുപ്പമാണ് കേട്ടോ. ഇത് ചപ്പാത്തിയാണ് ചുട്ടെടുക്കണമെന്ന് വെച്ചാൽ എത്ര സമയം വേണ്ടി വരുമെന്ന് അറിയാം. അപ്പോൾ കടലക്കറിയും പൂരിയൊക്കെ അവിടെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ ആവുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. ഇനിയിപ്പോൾ ആ അടുപ്പത്ത് തന്നെ വേഗം മീൻകറിയും കൂടിയും വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് മീൻകറി വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ കണ്ണന് ചായ കുടിക്കാനായി എന്ന് പറഞ്ഞു വന്നപ്പോൾ ഓനിതാ ചായയും കടിയൊക്കെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ചായ വേണ്ട കേട്ടോ, വെള്ളമാണ് കുടിക്കുക. അപ്പോൾ പൂരിയും കടലക്കറി ആയപ്പോൾ ഇന്നൊരു പിടി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ തിന്നണത്. അപ്പോൾ ആദ്യം 3 തിന്നു, പിന്നെ 2 കൂടിയൊക്കെ തിന്നിട്ടുണ്ട്. ദോശയാണെങ്കിൽ 2 തിന്നുള്ളൂ. പിന്നെ ഇതാ ഞാൻ അടുപ്പത്ത് മീൻകറി വെക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഉലുവയെന്നിട്ട് പൊട്ടിച്ചു കേട്ടോ. അപ്പം ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും എടുത്തില്ല. പൂരി ഏതായാലും വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയത്. അതിന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിക്ക് ഉലുവ പൊട്ടിച്ചു. അതിന് ശേഷം ഇതാക്കണി അരച്ച് കൊണ്ടുവന്ന ഈ ഒരു അരപ്പുണ്ടല്ലോ, എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചില്ലേ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ഒരു സമയത്ത് കറണ്ട് പോയിട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടു. തിളച്ച് വന്നപ്പോൾ മീനും ഇട്ട് കൊടുത്തു. ഇത് കണമീനാണ് കേട്ടോ. കണവാന്നൊക്കെ പറയും കാണാന്നൊക്കെ പറയും ഞങ്ങളിവിടെ. അപ്പോൾ ആ ഒരു മീനാണ് പറഞ്ഞാൽ മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളിവിടെ അങ്ങനെയാണ് പറയലുള്ളത്. അപ്പോൾ ഏതായാലും മീൻകറി അവിടെ അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ പണികളൊക്കെ അങ്ങോട്ട് ഒരുങ്ങി തന്നെ പറയാം. അന്ന് ഇനിയിപ്പോൾ ഉപ്പേരിക്കും വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ റേഷൻ അരിയാണ് റൈസ് കുക്കറിൽ വെച്ചിരുന്നത് കേട്ടോ. അത് വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേവുള്ള അരി വെക്കണം. അതിനുള്ള വെള്ളം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ഒന്ന് വെന്തിട്ട് അത് അടുപ്പത്തേക്കാണ്ട് കയറ്റി വയ്ക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് അരി ഇട്ട് കൊടുത്താൽ അത് തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വയ്ക്കും. അത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണ മീൻകറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്ദൂര് ചായ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓന് ചായ കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മീൻകറി ഞാൻ അമ്മേനോടൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പല്ലൊക്കെ തേക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. പല്ല് വെച്ച് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ആ മീൻകറി വാങ്ങി വയ്ക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഓന് ചായ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓന് ബൂസ്റ്റിൻ്റെ ആ വെള്ളമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ. അതിൽ പാലൊന്നും ഒഴിക്കാൻ പറ്റൂല കേട്ടോ. വെറുതെ തിളച്ച വെള്ളത്തിൽ ബൂസ്റ്റും പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് അങ്ങനെയാണ് കൊടുക്കലുള്ളത്. അപ്പോൾ അതാ ഓനുള്ള പൂരിയും കടലക്കറിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ പൂരിയൊന്നും വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. ഓൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ദോശയോ ഇഡ്ഡലിയോ നൂൽപുട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവണം. ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അങ്ങനെ പറയും അമ്മ എന്തിനാ അത് ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഏതായാലും ഓന് ഞാൻ ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി ഉമ്മർത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇടുന്നത്. കൂട്ടുകാരെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.